ഹായ്, ഏവർക്കും അംജദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സ്കൂൾ പാഠഭാഗത്തിലെ 4ാം ക്ലാസ്സിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ആനിമൽ ഇൻ ദ ലാൻഡ്? കരയിലെ അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വേഗതയുള്ള മൃഗം ഏതാണ്? കരയിലെ ഏറ്റവും വേഗതയുള്ള മൃഗം ഏതാണ്? ചീറ്റയാണ്. ജിറാഫിൻ്റെ പ്രത്യേകത ഏറ്റവും നീളമുള്ള ജീവിയാണ്. 18 അടിയൊക്കെ ഉയരമുണ്ട്. 18 അടി ഫീറ്റ് കേട്ടോ. ചീറ്റ 76 കിലോമീറ്ററൊക്കെ മണിക്കൂറിൽ ഓടാൻ കഴിയും. 26 കിലോമീറ്ററൊക്കെ. നമ്മൾ സാധാരണ വാഹനങ്ങളൊക്കെ കുറച്ച് സ്പീഡ് പോകുന്ന വാഹനങ്ങളൊക്കെ ഒരു വേഗതയാണ് അല്ലേ, 76 കിലോമീറ്റർ വേഗതയിലൊക്കെ. അതിനെക്കാട്ടി സ്പീഡ് പോകുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആന നമുക്കറിയാം ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആനിമൽ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ആന ആണ്. ലാൻഡിൽ കേട്ടോ, മറ്റേ തിമിംഗലം വരും. ലാൻഡിൽ കരയിലെ ഏറ്റവും വലിയ ജീവി ചോദിച്ചാൽ അതേതാണ്? ആനയാണ്. കൃത്യമായി പറഞ്ഞാൽ ആഫ്രിക്കൻ ആന, ആഫ്രിക്കൻ എലഫൻറ്റ്. പിന്നെ ആമക്ക് കുറച്ച് ആയുസ് കൂടുതലുള്ള ജീവിയാണ്. ഏകദേശം 250 വർഷമൊക്കെ ജീവിച്ച ആമകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ആയുസ് കൂടിയ ജീവിയാണ്. ഏറ്റവും ആയുസ് കൂടിയെന്ന് പറഞ്ഞാൽ കൃത്യമായി ശരിയാവില്ല. വ്യത്യസ്തമായ ആയുസ്സിൽ ജീവിച്ച പല ജീവികളുണ്ട്. ഇത് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പൊതുവേ ആയുസ് കുറച്ചധികമുള്ള ജീവിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ആമ. 32ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാനറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ? സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണെന്നുള്ളതാണ്. അതിന് ഉത്തരമായി വരുന്നത് ഏതാ? മെർക്കുറി, ബുധനാണ്. ബുധൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും ചെറിയ ഗ്രഹവും ഏറ്റവും സ്മാളസ്റ്റ് പ്ലാനറ്റും ഏത് തന്നെയാണ്? ബുധൻ തന്നെയാണ്, മെർക്കുറി തന്നെയാണ് കേട്ടോ സ്മാളസ്റ്റ്. അതുപോലെ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം എന്ന് നമ്മൾ പറഞ്ഞു. അതിന് പുറമെ ഏറ്റവും ചെറിയ ഗ്രഹം എന്നും നമ്മൾ പറഞ്ഞു ബുധനെക്കുറിച്ച്, മെർക്കുറിയെക്കുറിച്ച്. എന്നാൽ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ കിടക്കുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? നെപ്റ്റ്യൂൺ എന്നൊരു ഗ്രഹമുണ്ട് അല്ലേ. നെപ്റ്റ്യൂണാണ് ഏറ്റവും അകലെയുള്ള ഗ്രഹം. ഏറ്റവും തണുപ്പും വരെ നെപ്റ്റ്യൂൺ തന്നെയാണ് കേട്ടോ. ഏറ്റവും ചൂട് കൂടിയത് ശുക്രനാണ്. സൂര്യനോട് ഏറ്റവും അടുത്തത് ബുധനാണ്. പക്ഷേ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ചോദിച്ചാൽ അത് വീനസ്, ശുക്രനാണ് കൊടുക്കേണ്ടത്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത് നെപ്റ്റ്യൂണാണ്, ഏറ്റവും തണുപ്പതാണ്. എന്നാൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം വീനസാണ്. ഏറ്റവും അടുത്തതാണ് ബുധനാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 33ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ക്രിയേച്ചർ ക്യാൻ ലീവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്? വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവി ഏതാണെന്നുള്ളതാണ്. അതിനാണ് ഉഭയജീവികൾ, ആംഫിബിയൻ എന്ന് പറയും അല്ലേ. തവള, അത്തരം ജീവികൾ നമ്മളെന്താ പറയുക? ഉഭയജീവികൾ എന്ന് പറയാം. ഡോൾഫിൻ നമുക്കറിയാം വെള്ളത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ. സ്നേക്കും ജിറാഫും കരയിൽ മാത്രമേ ജീവിക്കുള്ളൂ കേട്ടോ. രണ്ടിലും ജീവിക്കുന്ന ഇതിലേത് മാത്രമേ ഉള്ളൂ? ഫ്രോഗ് മാത്രമേ ഉള്ളൂ, തവള മാത്രം. ഇനി നമുക്ക് 34ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ബേർഡ് മിമിക് ഹ്യൂമൻ സ്പീച്ച്? മനുഷ്യൻ്റെ സംസാരത്തെ അനുകരിക്കാൻ കഴിയുന്ന പക്ഷി ഏതാണെന്നുള്ളതാണ്. ഉത്തരമായി വരുന്ന ഏതാണ്? പാരറ്റ്, തത്തയ്ക്കാണ് മനുഷ്യൻ്റെ സംസാരം അനുകരിക്കാൻ കഴിയുക. മനുഷ്യൻ പറയുന്ന അതേ സംസാരം സംസാരിക്കാൻ എന്തെങ്കിലും തത്തയ്ക്ക് കഴിയും. ഇനി നമുക്ക് 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്നലെ നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ പാഠഭാഗം ചർച്ച ചെയ്ത് പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അല്ലേ, അതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നമുക്കറിയാം, ഫാദർ ഓഫ് നാഷൻ അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ 2 അല്ലേ. ചരമദിനം ജനുവരി 30 മരിച്ച ദിവസം കേട്ടോ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14. അന്നാണ് ശിശുദിനം. നവംബർ 14 അല്ലേ, ശിശുദിനം ആചരിക്കുന്ന അന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇനി പ്രത്യേകം ഓർക്കേണ്ട മറ്റൊരു പേരാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ആരാ? രാജേന്ദ്ര പ്രസാദ്. മറക്കാൻ പാടില്ല, രാജേന്ദ്ര പ്രസാദ്. സർദാർ വല്ലഭായ് പട്ടേൽ, ഇതിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേൽ. ആരാ സർദാർ വല്ലഭായ് പട്ടേൽ? ആരാ? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അതായത് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. എന്നാൽ വനിതാ പ്രസിഡൻറ്റോ?
പ്രതിഭ പാട്ടീൽ. വനിതാ പ്രസിഡന്റ് ആരാണ്? ആദ്യത്തെ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു വനിതയാണ്. അവരുടെ പേരാണെന്ത്? ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു. ഇനി നമുക്ക് 36ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് പ്ലാനറ്റ് ഡു വി ലീവ് ഓൺ? നമ്മൾ ജീവിക്കുന്ന ഗ്രഹം അതേതാ? എല്ലാവർക്കും അറിയാം, എർത്ത്. ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ പറഞ്ഞു സൂര്യനോട് ഏറ്റവും അടുത്തതും ഏറ്റവും ചെറുതുമായ ഗ്രഹമാണ് ഇത് മെർക്കുറി. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ക്വസ്റ്റനിൽ നമ്മൾ ചർച്ച ചെയ്തു, അല്ലേ? നമുക്ക് ഇവിടെയും 1-2 ക്വസ്റ്റൻ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. ഏറ്റവും വലിയ ഗ്രഹം, ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഏതാ? അത് ജൂപ്പിറ്ററാണ്, വ്യാഴം. മാർസിൻ്റെ ഒരു പ്രത്യേകത എന്താ? ചൊവ്വയുടെ പ്രത്യേകതയാണ് എന്ത്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. ഈ വെച്ച് ഓർത്ത് വെച്ചാൽ മതി. രണ്ടും ചുവപ്പിലും ഉണ്ട്, ചൊവ്വയിലും ഉണ്ട്, അല്ലേ? ചുവന്ന ഗ്രഹം, റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. വീനസിൻ്റെ ഒരു പ്രധാന പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം അത് വീനസാണ്, ശുക്രൻ എന്ന് പറയും. അതുപോലെ പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്നതാ ശുക്രനെയാണ്. ഭൂമിയുടെ ഇരട്ട എന്നും ശുക്രനെ അറിയപ്പെടുന്നത്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക? പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട്? താഴെ ഇനി പറയുന്ന പോലെ ഏതാണ് ഗതാഗതത്തിന്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. കസാര അല്ല, കസേര ഉപയോഗിച്ചുമ്പോൾ കൊണ്ട് പോയി വരാൻ കഴിയും, ഇരിക്കാനേ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ അത് പറ്റില്ല. അതുപോലെ ബൈസൈക്കിൾ, അല്ലേ? സൈക്കിളായിട്ട് നമുക്ക് അങ്ങോട്ട് പോയി വരാൻ കഴിയുമല്ലോ, അപ്പോൾ അത് ഗതാഗതത്തിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ അതാണ് ഉത്തരം വരിക. പിന്നെ ടേബിളോ അല്ലെങ്കിൽ ബുക്കൊന്നും ഇതിന് പറ്റില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ കഴിയുന്ന അത് മാത്രമേ ഉള്ളൂ, സൈക്കിൾ മാത്രമേ ഉള്ളൂ. സിമ്പിൾ ചോദ്യമാണ്. ഇനി നമുക്ക് 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ചില ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചോദ്യം മനസ്സിലാക്കി ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടും. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു വാക്ക് ഓൺ ദി മൂൺ? ചന്ദ്രനിൽ ആദ്യമായി കാല് കുത്തിയ വ്യക്തി ആരാണെന്നുള്ളതാണ്. അതിന് ഉത്തരം വരുന്നത് ഇതാണ്, നീൽ ആംസ്ട്രോങ്. 1969 ജൂലൈ മാസം 21-നാണ് നീൽ ആംസ്ട്രോങ്, എഡിൻ ആൾഡ്രിൻ, അതുപോലെ മൈക്കിൾ കോളിൻസ് എന്നീ തുടങ്ങിയ 3 ആളുകൾ അപ്പോളോ 11 എന്നൊരു വാഹനത്തിൽ എന്ത് ചെയ്തു? അവർ ചന്ദ്രനിലേക്ക് പോയത്. ജൂലൈ 20 അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ജൂലൈ 21 കൃത്യമായി കാലുകുത്തുക. ജൂലൈ 21 ചന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ, ജൂലൈ 21. ഇവിടെ മറ്റൊരാളുടെ പേര് കൊടുത്തിട്ടുണ്ട്, യൂറി ഗഗാറിൻ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ഇദ്ദേഹം ബഹിരാകാശത്തേക്ക് ആദ്യമായി പോയ വ്യക്തിയാണ്. ബഹിരാകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർമൺ രേഖ എന്നൊരു രേഖ കടക്കുമ്പോൾ ബഹിരാകാശ സഞ്ചാരികളാവുക. അത് ആദ്യമായി പോയത് ആരാ? യൂറി ഗഗാറിനാണ്. 1961 കേട്ടോ. അത് കഴിഞ്ഞൊരു ഏകദേശം 8 വർഷം കഴിഞ്ഞ ശേഷം പിന്നെ ചന്ദ്രനിലേക്ക് പോയത്. കുറച്ചുകൂടെ അപ്പുറത്താണ് ചന്ദ്രൻ ഏകദേശം 3,84,000 കിലോമീറ്റർ അപ്പുറമാണ് ചന്ദ്രൻ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ദൂരത്തേക്ക് പോയതെന്നാണ് 1969 ജൂലൈ 21 ചന്ദ്രനിലേക്ക് മനുഷ്യൻ ആദ്യമായി പോയിട്ടുള്ളത് എന്നാണ് ശാസ്ത്ര നിഗമനം. ശാസ്ത്രം വിശ്വസിക്കുന്നതാണ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു അല്ലേ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? ഒരു സ്ത്രീയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. 2ാമത്തെ വനിതയാണ്. ഇതിന് മുമ്പ് ഒരു വനിത ആയിട്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് അല്ലേ. ഇതിൽ കൊടുത്തു നോക്കൂ, നരേന്ദ്രമോദി ആരാ? ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററാണ്, PM ആണ്, പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധി നമുക്കറിയാം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷത്തുള്ള നേതാവാണ് ആര്? രാഹുൽ ഗാന്ധി കേട്ടോ, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഈ രാംനാഥ് കോവിന്ദ് മുമ്പ് പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ പ്രസിഡൻ്റൊന്നുമല്ല കേട്ടോ, ഇതിന് മുമ്പത്തും പ്രസിഡൻ്റാണ്. ഈ ദ്രൗപദി മുർമു 15ാമത്തെ പ്രസിഡൻ്റാണ്. അതിന് മുമ്പ് 14ാമത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 40ാമത്തെ ചോദ്യം, വിച്ച് ആനിമൽ ഈസ് നോൺ ആസ് ദ ഷിപ്പ് ഓഫ് ദ ഡിസേർട്ട്? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടില്ല. കമൽ അല്ലേ, ഒട്ടകം. കമലാണെന്ത്?
മരുഭൂമിയിലെ കപ്പൽ. ജിറാഫ് ഞാൻ പറഞ്ഞ ഏറ്റവും നീളം കൂടിയ ജീവിയാണ് അല്ലേ. എലഫൻ്റ്, ആഫ്രിക്കൻ എലഫൻ്റ് ഏറ്റവും വലിയ ജീവി, ബിഗ്ഗസ്റ്റ്. ഇനി നമുക്ക് 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് ഓൺ എർത്ത്? ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാ? ഡയമണ്ട്, വജ്രമാണ് കേട്ടോ. മനുഷ്യൻ ആദ്യം കണ്ടെത്തിയ ലോഹം ഏതാ, മെറ്റൽ ഏതാ വെച്ചാൽ അതിൻ്റെ ഉത്തരം കോപ്പർ, ചെമ്പാണ്. ഏതാണ്? കോപ്പർ, ചെമ്പ്. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം കേട്ടോ. സയനൈഡ് പ്രക്രിയയിലൂടെയൊക്കെ ശുദ്ധീകരിക്കുന്നതാണ് എന്ത്? സ്വർണം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞത്? ഏറ്റവും കാഠിന്യമുള്ള വസ്തു അത് ഡയമണ്ടാണ് അല്ലേ. അതുപോലെ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് അയണാണ്. അതിനു മുമ്പ് ഞാൻ വേറൊരു ചോദ്യം പറഞ്ഞു. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം അതേതാണ്? കോപ്പർ, ചെമ്പാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലാണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്? അലുമിനിയമാണ് കേട്ടോ. അതൊക്കെ പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി നമുക്ക് 42ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി, ആദ്യത്തെ പ്രസിഡൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അത്തരം ചോദ്യങ്ങളൊക്കെ പ്രത്യേകം ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഫാദർ ഓഫ് നാഷൻ എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വെക്കാം. സർദാർ വല്ലഭായ് പട്ടേലാണ് ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരുപാട് നാട്ടുരാഷ്ട്രങ്ങളുടെ ഇന്ത്യ മൊത്തം ഒരു ഏകീകൃത രാഷ്ട്രമാക്കി കൊണ്ടുവരുന്ന മുഖ്യ പങ്ക് വഹിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി അല്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 43ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് സ്ലോ? സ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പതുക്കെ പോവുക, പതുക്കെ അല്ലേ എന്നർത്ഥത്തിനാണ്. അതിൻ്റെ നേരെ എതിരായ പദം ഏതാ? പതുക്കെ. നേരെ എതിര് വന്ന ഓപ്പോസിറ്റ് തന്നെ എതിരല്ലേ, അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയും, ഓപ്പോസിറ്റ് അല്ലേ. അതിന് നമ്മളെന്ത് പറയും? ഫാസ്റ്റ് എന്ന് പറയും. സ്പീഡ് പോകാന്നുള്ളത് ഫാസ്റ്റ് പോവുക അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് പദങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഈ 44ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡു യു കാൾ എ ബേബി ഡോഗ്? ഒരു നായക്കുട്ടിക്ക്, ഡോഗിൻ്റെ കുട്ടിക്ക് നമ്മൾ എന്താണ് പറയുക എന്നുള്ളത്? എന്താ പറയുക? പപ്പി എന്നാണ് പറയുക കേട്ടോ. ഇത് പ്രത്യേകം ചോദിക്കും. അതുപോലെ ഒരു ക്യാറ്റിൻ്റെ കുട്ടിക്ക് നമ്മൾ എന്ത് പറയും? കിട്ടൻ എന്ന് പറയും. ഓപ്ഷൻ എ. ക്യാറ്റിൻ്റെ കുട്ടിയാണെങ്കിൽ കിട്ടൻ എന്ന് പറയും. ചിക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞിനാണ് ചിക്ക് എന്ന് പറയുക. കാഫ് എന്ന് പറഞ്ഞാൽ കൗവിൻ്റെ കുട്ടിക്കാണ് പറയുക. പശുവിൻ്റെ കുട്ടിക്കാണ് കാഫ് എന്ന് പറയുക. പ്രത്യേകം എന്ത് ചെയ്യുക? ഓക്കെ. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. കൃത്യമായ സ്പെല്ല് ചെയ്ത വേർഡ് ഏതാണ്? അക്ഷര തെറ്റില്ലാത്ത ഏതാണ്? ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇതാണ് കൃത്യമായ വേർഡ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷൊക്കെ വായിക്കുമ്പോൾ ഓരോ സ്പെല്ലിംഗ് എന്ത് ചെയ്യുക? കൃത്യമായി ഓർത്ത് വെക്കുക. നമ്മൾ സാധാരണ വരി നിൽക്കുക എന്നുള്ളതിന് പറയാറുള്ള സ്പെല്ലിംഗാണ് QUE. 2 UE ഉണ്ട്. പല ആൾക്കാർക്കും അറിയില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കട്ടോ. വരി നിൽക്കുക എന്നുള്ളത് പറയുമ്പോൾ QUE എന്നാണ് സ്പെല്ലിംഗ്. അതുപോലെ ബ്യൂട്ടിഫുൾ, BEAU ഇങ്ങനെ വരും കേട്ടോ. പിന്നെ ബ്യൂട്ടിഫുൾ, പിന്നെ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഓരോ സ്പെല്ലിങ്ങുകളുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കുക. ഓരോ സാഹചര്യം അനുസരിച്ച് കൃത്യമായി സ്പെല്ലിങ് മാത്രം പഠിച്ച് ഉത്തരക്കണ്ട. ടൈം അനുസരിച്ച് എന്ത് ചെയ്യുക? കൂടുതൽ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വായിക്കുമ്പോഴൊക്കെ നല്ല അക്ഷരങ്ങളിലേക്ക് ശ്രദ്ധിച്ച് വായിക്കുക. 46ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ചൈൽഡ്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം അല്ലേ. ഇപ്പോൾ ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ബഹുവചനം എന്തർത്ഥം വരും? കുട്ടികൾ എന്നർത്ഥം വരും. അത് ഏതാ അതിലുള്ളത്? ചിൽഡ്രൻ എന്നാണുള്ളത് അല്ലേ. ഇപ്പോൾ ബോയ് എന്ന് പറഞ്ഞാൽ എന്താ? ആൺകുട്ടികൾ. അതിൻ്റെ ബഹുവചനം എന്താ പറയും? ബോയ്സ്, ആൺകുട്ടികൾ അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഏകവചനം സിംഗുലർ എന്ന് പറയും. ഇത് സിംഗുലറാണ്, ഇത് പ്ലൂരലാണ് കേട്ടോ. ഒന്നുകൂടി പറയാം. ഗേൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്താ? പെൺകുട്ടികൾ. ഇത് സിംഗുലറാണ്, ഇത് പ്ലൂരലാണ്. എന്താണ്? പ്ലൂരലാണ് കേട്ടോ. ഓരോ പദത്തിനും എന്തുണ്ടാവും? നൗൺസുകൾക്ക് സിംഗുലറും പ്ലൂരലും ഉണ്ടാവും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക.
ഇനി നമുക്ക് 47ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മാത്സുമായി ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് 115 മൈനസ് 92? 115 കുറക്കണം 92 എത്രയാണ് ഉത്തരം വരിക? 115 അല്ലേ, കുറക്കണം 92. സ്ഥാനം എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. ഈ ഭാഗത്തു നിന്നാണ് എഴുതി വരേണ്ടത് കേട്ടോ. ഇത് 3 അക്കം ഉണ്ടല്ലോ, അപ്പോൾ 2 അക്കമുള്ള സംഖ്യ ഈ ഭാഗത്തേക്ക് എഴുതി. അപ്പോൾ കുറക്കുമ്പോൾ എങ്ങനെ വരും? 5-ൽ നിന്ന് 2 പോയാൽ 3 വരും. പിന്നെയോ 11-ൽ നിന്ന് 9 പോയാൽ 2 വരും. ഉത്തരം എന്ത് വരും? 23 വരും. 5-ൽ നിന്ന് 2 പോയാൽ 3, പിന്നെ ഇവിടെ 11 11-ൽ നിന്ന് 9 പോയാൽ 2, അങ്ങനെ 23 ഉത്തരം വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 48ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് 218 പ്ലസ് 84? 218 പ്ലസ് 84 എന്തുത്തരം വരും? 8 4 12. 12-ലെ 2 ഇവിടെ കൊടുക്കും നമ്മൾ അല്ലേ. ശിഷ്ടം ഒന്നുണ്ടല്ലോ, അപ്പോൾ 1 1 2 8, 2 8 10, 10-ലെ 0 കൊടുക്കും. ശിഷ്ടം 1 ഉണ്ടല്ലോ, 10-ൽ 1 0 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ 2 1 കൂട്ടിയിട്ട് എന്ത് ചെയ്യും? 3 വരും. 302 ഉത്തരം വരും അല്ലേ. 8 4 12-ലെ 2 ഇവിടെ കൊടുത്തു. ശിഷ്ടം 1 ഉണ്ട്, അതിനൊപ്പം കൂട്ടണം. 8 1 9 പ്ലസ് 1 10-ലെ 0. ശിഷ്ടം വീണ്ടും 1 ഉണ്ട്. 2 പ്ലസ് 1 എന്ത് വരും? 3 വരും. 302 ഉത്തരമായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ഹാഫ് ഓഫ് 16? 16-ൻ്റെ പകുതി എത്രയാണ്? 16-ൻ്റെ പകുതി എത്രയാണ്? പകുതി കാണാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്നിരിക്കെ സിമ്പിളായിട്ട് അറിഞ്ഞ ആൾക്കാർക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. 16-ൻ്റെ പകുതി 8 ആണെന്ന് എല്ലാവർക്കും അറിയാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? 16-ൽ എത്ര 2 ഉണ്ട് നോക്കുക? 8 കേട്ടോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? അതിൻ്റെ പകുതി കിട്ടുക. ഏത് സംഖ്യൻ്റെ? ഇനി 8-ൻ്റെ പട്ടിക അറിയുന്ന ആളുകൾക്ക്, ടേബിൾ അറിയുന്ന ആൾക്കാർക്ക് 1 8 8 2 8 16 പറയുമ്പോൾ 16 നേരെ പകുതി 8 ആണല്ലോ, അങ്ങനെയും കിട്ടും കേട്ടോ. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് നമ്പർ കംസ് ജസ്റ്റ് ബിഫോർ 30? 30-ന് തൊട്ട് മുമ്പ് വരുന്ന സംഖ്യ ഏതാണ്? 29 അല്ലേ. 29 ആണ് ഉത്തരം. ഇത്രയാണ് 4ാം ക്ലാസ്സിൻ്റെ സ്കൂൾ പാഠഭാഗത്തിന് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ.